നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലയിൽ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ഈ മാസം 5 മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ജീപ്പ് സഫാരി, ഓഫ് റോഡ് പ്രവർത്തനങ്ങൾ എന്നിവ ഈ മാസം 16 മുതൽ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുന്നതിന് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ആദ്യഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് അനുമതി നൽകുന്നത് ഇടുക്കി ദേവികുളം സബ് ഡിവിഷന് കീഴിലുള്ള 9 റൂട്ടുകൾക്ക്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി സുരക്ഷാ മാനദണ്ഡങ്ങളും റൂട്ട് അടിസ്ഥാനമാക്കിയുള്ള അനുമതികളും പാലിച്ചായിരിക്കണം പ്രവർത്തനമെന്നും ഉത്തരവ്. പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയിലും വ്യക്തികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിലും വനംവകുപ്പ് ഉന്നയിക്കുന്ന അവകാശവാദം ഒഴിവാക്കാൻ ഈ ഭൂമി റിസർവ് ചെയ്യാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. ആവശ്യം പഴയ സംരക്ഷിത വനങ്ങളുടെ പട്ടികയിലുള്ള ജില്ലയിലെ പട്ടയ, കൈവശ ഭൂമികളും വിവിധ വികസന പദ്ധതികൾക്കായി സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഭൂമിയും റിസർവ് ചെയ്യണമെന്ന്. ST ഫണ്ട് ദുർവിനിയോഗം ചെയ്ത് ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഉപ്പുതറ പഞ്ചായത്ത് അംഗവുമായ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം. പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിന് ഒത്താശ നൽകുന്നവരും സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തണമെന്നും ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ. കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വെന്തുമരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും വേണ്ടത്ര ഗൗരവം നൽകുന്നില്ലെന്നാരോപിച്ച മുഖ്യമന്ത്രിക്കും DGPക്കും ജനകീയ സമിതി പരാതി അയച്ചു. പരാതിയുടെ കോപ്പി കേരള ഗവർണർ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്ക് സമർപ്പിച്ചതായും ജനകീയ സമിതി. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലയിൽ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ഈ മാസം 5 മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ജീപ്പ് സഫാരി, ഓഫ് റോഡ് പ്രവർത്തനങ്ങൾ എന്നിവ ഈ മാസം 16 മുതൽ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുന്നതിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഇടുക്കി ദേവികുളം സബ് ഡിവിഷന് കീഴിലുള്ള 9 റൂട്ടുകൾക്കാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് അനുമതി നൽകുന്നത്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി സുരക്ഷാ മാനദണ്ഡങ്ങളും റൂട്ട് അടിസ്ഥാനമാക്കിയുള്ള അനുമതികളും പാലിച്ചായിരിക്കണം പ്രവർത്തനമെന്നും ഉത്തരവിൽ പറയുന്നു. റൂട്ടുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും നിർണ്ണയിക്കുന്നതിനായി ഇടുക്കി ദേവികുളം സബ് കളക്ടർമാർ അധ്യക്ഷരായി റൂട്ട് മോണിറ്ററിംഗ് ആൻഡ് റെഗുലേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, എൻഫോഴ്സ്മെന്റ്, അതാത് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, DTPC സെക്രട്ടറി എന്നിവർ ഈ കമ്മിറ്റികളിൽ അംഗമാണ്. കമ്മിറ്റികൾ റൂട്ടുകൾ പരിശോധിച്ച് ഏത് തരം വാഹനങ്ങൾ ഓടിക്കണമെന്നത് നിർദ്ദേശിക്കും. കൂടാതെ വാഹനങ്ങൾ, ഡ്രൈവർമാർ, യാത്രക്കാരുടെ എണ്ണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. നിയന്ത്രണം, സുരക്ഷ, ഡിജിറ്റൽ ബുക്കിംഗ്, ചാർജ് എന്നിവ വിശദീകരിച്ച് DTPCക്ക് റൂട്ട് തിരിച്ചുള്ള നിർദ്ദേശങ്ങൾ ചൊവ്വാഴ്ച സമർപ്പിക്കും. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ജില്ലാതല രജിസ്ട്രേഷൻ ഡ്രൈവ് നടത്തും. നിർദ്ദിഷ്ട നിബന്ധനകൾ പാലിച്ചിരിക്കുന്ന ഓപ്പറേറ്റർമാർക്ക് മാത്രമേ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ അനുവാദം നൽകൂ. വാഹനം ഓടിക്കുന്നയാൾക്ക് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും കുറഞ്ഞത് 3 വർഷത്തെ പരിചയവും വേണം. കൂടാതെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയും ഉണ്ടാകണം. വാഹന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ്, DTPC രജിസ്ട്രേഷൻ, ഫയർ എക്സ്റ്റിംഗ്യൂഷർ, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, GPS, സ്പീഡ് ഗവർണർ, യാത്രക്കാർക്ക് സീറ്റ് ബെൽറ്റുകൾ എന്നിവ നിർബന്ധമാണ്. രജിസ്റ്റർ ചെയ്യാത്തതോ അംഗീകാരമില്ലാത്തതോ ആയ ഒരു വാഹനത്തെയും ഡ്രൈവറെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. യാത്രയുടെ സ്വഭാവമനുസരിച്ച് റൂട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്ന പ്രകാരം ട്രിപ്പുകൾ രാവിലെ 4 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിലുള്ള സമയത്തായിരിക്കണമെന്നും ഉത്തരവിലുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉള്ളപ്പോൾ പ്രവർത്തനങ്ങൾ സ്വയമേ നിർത്തിവെക്കണം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകാരം ലഭിച്ചതിനു ശേഷം മാത്രമേ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ പാടുള്ളൂവെന്നും ഉത്തരവിൽ പറയുന്നു. ജില്ലാ കളക്ടർക്കെതിരെ രൂക്ഷ വിമർശനവുമായി വൈദ്യുതി വകുപ്പ് മുൻ മന്ത്രി M. മണി. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജീപ്പ് സഫാരിക്ക് കളക്ടർ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ കോർഡിനേഷൻ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജീപ്പ് സഫാരിക്ക് കളക്ടർ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജില്ലാ മോട്ടോർ കോർഡിനേഷൻ കമ്മിറ്റി കളക്ടറേറ്റ് പടിക്കലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ജില്ലയിലേക്ക് ഓരോ ദിവസവും എത്തുന്നുണ്ട്. എന്നാൽ മറ്റു വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ജീപ്പ് സഫാരിയാണ് ആശ്രയം. യാതൊരു കൂടിയാലോചനകളുമില്ലാതെ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. സമരം ഉടുമ്പൻചോല MLA M. മണി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിൽ കഴിവ് തെളിയിച്ച നിരവധി കളക്ടർമാർ ഉണ്ടായിരുന്നു. എന്നാൽ ഇടുക്കിയിലെ ടൂറിസത്തെ തകർക്കാൻ അന്യസംസ്ഥാന ലോബിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കളക്ടറെ എന്ത് വില കൊടുത്തും ചെറുക്കും. ഒരു വിവരവുമില്ലാത്ത കളക്ടറാണ് ഇടുക്കി ജില്ലാ കളക്ടറെന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ടെന്നും M. മണി പറഞ്ഞു.
ഇവരിപ്പം വന്നു കഴിഞ്ഞാൽ പുതിയൊരു കണ്ടുപിടുത്തമാണ്. വെറുതെ ജനങ്ങളുടെ കളക്ടറേറ്റും കളക്ടറൊന്നും കാണുക ഉള്ള കാര്യം പറഞ്ഞില്ല. പിന്നെ നിയമം മണ്ണാങ്കട്ടെ എന്നൊന്നും പറഞ്ഞപ്പോൾ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. കളക്ടറാന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസം എന്ത് തെമ്മാടിത്തരവും ചെയ്യാൻ ആർക്ക് അധികാരം നൽകിയത്? ജില്ലാ കളക്ടറേറ്റിന് ഉത്തരവ് പാലിക്കാൻ ഇവിടെ ഞങ്ങൾക്ക് ബാധ്യതയില്ല. അത് പാലിക്കുന്ന പ്രശ്നവുമില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജില്ലാ കളക്ടർ തോന്നിയാസം വിവരക്കേട് പറഞ്ഞെന്ന് പറഞ്ഞ വാഹനം ഓടിക്കുന്നവരുടെ വെക്കത്ത് കയറിയാൽ അതിന്റെ ഫലം നിങ്ങളുടെ ജോലിക്കും. ഇടുക്കി എന്ന് പറഞ്ഞാൽ ഈ ജില്ലയെ പറ്റി ജില്ലയിലെ ജനങ്ങളെ പറ്റി എന്ത് വിവരമായി പുറത്തുള്ളത്? ഒരു വിവരവുമില്ലാത്ത ജില്ലാ കളക്ടറാണ് ഇടുക്കി ജില്ലാ കളക്ടർ എന്ന് പറയേണ്ടി വന്നതിൽ എനിക്കറിയാൻ ഖേദമുണ്ട്. CITU ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ മുഖ്യപ്രഭാഷണം നടത്തി. KS മോഹനൻ, MC ബിച്ചു, KV ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി തൊഴിലാളികളും സമരത്തിൽ പങ്കെടുത്തു. പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയിലും വ്യക്തികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിലും വനംവകുപ്പ് ഉന്നയിക്കുന്ന അവകാശവാദം ഒഴിവാക്കാൻ ഈ ഭൂമി റിസർവ് ചെയ്യാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പഴയ സംരക്ഷിത വനങ്ങളുടെ പട്ടികയിലുള്ള ജില്ലയിലെ പട്ടയ കൈവശ ഭൂമികളും വിവിധ വികസന പദ്ധതികൾക്കായി സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഭൂമിയും റിസർവ് ചെയ്യണമെന്നാണ് ആവശ്യം. ജില്ലയിലെ പട്ടയ കൈവശ ഭൂമികളെല്ലാം സംരക്ഷിത വനത്തിന്റെ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടതാണ്. ഏതെങ്കിലും കാലത്തെ വിജ്ഞാപനങ്ങളുടെ പേരിൽ എല്ലാ സ്ഥലത്തും വനംവകുപ്പ് അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് ജില്ലയിലെ പല വികസന പദ്ധതികൾ തടസ്സപ്പെടാനും ഭൂപ്രശ്നങ്ങളിൽ പരിസ്ഥിതി സംഘടനകൾക്ക് അനുകൂലമായ കോടതി വിധികൾക്കും കാരണം. നേര്യമംഗലത്ത് ദേശീയപാത വികസനം തടസ്സപ്പെടുത്തിയതും തൊമ്മൻകുത്തിൽ കൈവശ ഭൂമിയിലെ കുരിശു പൊളിച്ചതും CHRലെ പട്ടയ വിതരണം സുപ്രീംകോടതി തടഞ്ഞതും ഏതോ കാലത്തെ സംരക്ഷിത വന വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട ഭൂമിയാണ് ഇവയെന്ന വനംവകുപ്പിന്റെ അവകാശവാദത്തിന്റെ പേരിലാണ്. ഇതൊഴിവാക്കാൻ ജില്ലയിലെ പട്ടയ കൈവശ ഭൂമികളും വിവിധ വികസന പദ്ധതികൾക്കായി സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഭൂമിയും റിസർവ് ചെയ്ത സംരക്ഷിത വനത്തിന്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ബിജോ മാണി ആവശ്യപ്പെട്ടു. വനം വന്യജീവി വകുപ്പിൽ വിവരാശ്രമിച്ചു അവരുടെ നിലപാടെന്താണെന്ന് പറയാനായിട്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമി റിസർവ് ചെയ്യുന്ന യൂസർ ഏജൻസിയായ ജില്ലാ കളക്ടർ പരിവേഷ് പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്കാണ് ഈ കാര്യം നടപടി സ്വീകരിക്കുന്നത്. വനംവകുപ്പിൽ ഇതിൻ്റെ വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഇനി ഈ തൊട്ടടുത്ത് നമ്മുടെ ഈ മറ്റേ തൊമ്മൻകുത്തിൽ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഇപ്പം നമ്മുടെ ജില്ലയിലുള്ള റിസർവ് ഫോറസ്റ്റ് മലയാറ്റൂർ കടിയാർ റിസർവ്, നഗരമ്പാറ റിസർവ് ഉണ്ട്, പിന്നെ തൊടുപുഴ റിസർവ് ഉണ്ട്, മൂളിമല റിസർവ് ഉണ്ട്, കുരിയങ്കുന്ന് റിസർവ് ഉണ്ട്, അയ്യപ്പൻകോവിൽ റിസർവ് ഉണ്ട്, കാടമംഗൽ റിസർവ്. അപ്പോൾ ഈ ഇത്രയും റിസർവിൽ ഉൾപ്പെട്ട 8 റിസർവിൽ ഉൾപ്പെട്ട ഭൂമിയാണ് നമ്മുടെ ജില്ലയിൽ പട്ടയം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭൂമിയൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ടോ എന്ന്, ഇതിൽ ഉൾപ്പെട്ട ഭൂമിക്ക് പട്ടയം നൽകിയിട്ടുള്ള ഭൂമി റിസർവ് ചെയ്തിട്ടുള്ള ചോദ്യത്തിന് ജില്ലാ കളക്ടർ നൽകിയ മറുപടി പതിച്ചു നൽകിയ ഭൂമി റിസർവ് ചെയ്തിട്ടുണ്ടെന്നാണ് ചോദ്യം. ഇതിനുള്ള ഉത്തരം ഈ കാര്യത്തിൽ ലഭ്യമല്ല എന്നും വനംവകുപ്പുമായി ബന്ധപ്പെട്ട നാളെ അറിയിക്കുന്നതെന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റവന്യൂ വകുപ്പ് പറയുന്നു വനംവകുപ്പാണ് നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നു. വനംവകുപ്പ് പറയുന്നതിൻ്റെ യൂസർ ഏജൻസിയായ ജില്ലാ കളക്ടർ പരിവേഷ് പോർട്ടൽ വഴി അപേക്ഷ നൽകിയാണ് റിസർവ് ചെയ്യാൻ നടപടി സ്വീകരിക്കുന്നതെന്ന് പറയുന്നു. ജില്ലാ കളക്ടർ പറയുന്നത് ഇതിൻ്റെ ഒരു കാര്യം ഞങ്ങളുടെ ഓഫീസിൽ ലഭ്യമല്ല, ഇത് ചെയ്യേണ്ടത് വനംവകുപ്പാണെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ പരസ്പരം പഴിചാരി ഈ ഉത്തരവാദിത്തം രക്ഷപ്പെടുന്ന സമീപനമാണ് വന റവന്യൂ വകുപ്പുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അടിയന്തരമായി സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടാൻ തയ്യാറാകണം. ഇടുക്കി ജില്ലയിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഭൂമിയും അതോടൊപ്പം തന്നെ വിവിധ ഭൂപദ്ധതി നിയമപ്രകാരം പതിച്ചു നൽകിയിട്ടുള്ള ഭൂമിയും അതോടൊപ്പം ഇനിയും പട്ടയം നൽകാനുള്ള ആളുകളുടെ കൈവശ ഭൂമിയുമൊക്കെ റിസർവ് ചെയ്ത് വനംവകുപ്പിനും പരിസ്ഥിതി സംഘടനകൾക്കും ഇടുക്കി ജില്ലയിലെ കൃഷിഭൂമിയിൽ കടന്നു കയറാനുള്ള അവസരം ഇല്ലാതാക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് അനുവദിച്ച ഭൂമിയും ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന് കൈമാറിയ ഇടുക്കി വികസന അതോറിറ്റിക്ക് അനുവദിച്ച ഭൂമിയും ഈ സംരക്ഷിത വനങ്ങളിൽ ഉൾപ്പെട്ടതാണ്. ഈ ഭൂമിയും നാളിതുവരെ റിസർവ് ചെയ്തിട്ടില്ല. റിസർവ് ചെയ്യാനുള്ള നടപടി വൈകുന്നത് റവന്യൂ വനം വകുപ്പുകൾ പരസ്പരം പഴിചാരി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകുന്നതിനാലാണ്. റിസർവിന്റെ വിവരങ്ങൾ കളക്ടറേറ്റിൽ ലഭ്യമല്ലെന്നും ഇത് വനം വകുപ്പുമായി ബന്ധപ്പെട്ടതാണെന്നും ജില്ലാ കളക്ടർ പറയുന്നു. ഇങ്ങനെ പരസ്പരം പഴിചാരുകയാണ് വനം റവന്യൂ വകുപ്പുകൾ. വാർത്താസമ്മേളനത്തിൽ DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് എന്നിവർ പങ്കെടുത്തു.
ST ഫണ്ട് ദുർവിനിയോഗം ചെയ്ത് ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഉപ്പുതറ പഞ്ചായത്ത് അംഗവുമായ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം. ക്രമക്കേടിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കരിഞ്ഞാറ്റിൽപ്പടി കാരിയാടിപ്പടി റോഡിന്റെ പേരിലാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച 4 ലക്ഷം രൂപ വിനിയോഗിച്ച് റോഡ് നിർമ്മിച്ചത്. ഈ റോഡ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി. ST ഫണ്ട് വിനിയോഗിക്കണമെങ്കിൽ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറുടെ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ്. കൂടാതെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 5 കുടുംബങ്ങളെങ്കിലും താമസിക്കണം. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം ഗുണഭോക്താവായ റോഡിന് എങ്ങനെ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചുവെന്ന് അന്വേഷിക്കണം. ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെ വ്യാജരേഖ ചമച്ചാണ് അനുമതി വാങ്ങിയതെന്നും സംശയിക്കുന്നു. ഇക്കാര്യങ്ങൾ കാട്ടി വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ പറഞ്ഞു. ഈ റോഡ് ST ഫണ്ട് ഈ റോഡിൽ വിനിയോഗിക്കണമെങ്കിൽ, അതായത് ആ റോഡിന്റെ ഡയറക്റ്റ് ബെനിഫിഷ്യറി ആയിട്ടുള്ള 5ഓളം കുടുംബങ്ങൾ, ട്രൈബൽ കുടുംബങ്ങൾ ആ റോഡിന്റെ ഇരുവശങ്ങളുമായി ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ST ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വാധീനം ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ഉദ്യോഗസ്ഥരെ വിലക്കെടുത്തുകൊണ്ട് അവിടെ ഫീസിബിലിറ്റി ഉണ്ടാക്കുകയും ആ ഫീസിബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അവർ വർക്ക് നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് കാണിച്ചിരിക്കുന്നത് കൃത്യവിനിയോഗമാണ്, ക്രൂരമായ കുറ്റകൃത്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി കൊടുക്കുമെന്ന് അറിയിക്കുകയാണ്. പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നിരവധി അഴിമതികളും അധികാര ദുർവിനിയോഗവും നടന്നിട്ടുണ്ട്. ഇത് ചോദ്യം ചെയ്തതിന് തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നു. ചെമ്പകപ്പാറ ചാണ്ടിപ്പടി റോഡ് ആസ്തി രജിസ്റ്ററിൽ താൻ എഴുതി ചേർത്തുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ഈ റോഡ് നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചതായി രേഖകളുണ്ട്. ആസ്തി രജിസ്റ്ററിൽ പതിച്ച സീലുകളിൽ വ്യത്യാസമുണ്ടെങ്കിൽ അക്കാര്യം പ്രസിഡന്റ് വെളിപ്പെടുത്തണം. ആസ്തി രജിസ്റ്ററിൽ ആര് എഴുതി ചേർത്തുവെന്നും വ്യക്തമാക്കണം. വാക്കത്തി മേമാരി കമ്മ്യൂണിറ്റി ഹാളുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാതെ കരാറുകാരൻ മുഴുവൻ ബില്ലുകളും മാറിയെന്ന ആരോപണവും വാസ്തവ വിരുദ്ധമാണ്. പാർട്ട് ബില്ലുകൾ മാത്രമാണ് മാറിയത്. കൂടുതൽ തുക കൈപ്പറ്റിയെങ്കിൽ നടപടി സ്വീകരിക്കാൻ പ്രസിഡന്റ് തയ്യാറാകണം. തനിക്കെതിരെ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ച പ്രസിഡന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിന് ഒത്താശ നൽകുന്നവരും സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തണമെന്ന് വെല്ലുവിളിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഉപ്പുതറ പഞ്ചായത്ത് അംഗവുമായ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ. പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ആളുകളിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ടെന്നും അതിന് വ്യക്തമായ തെളിവുകൾ കൈവശമുണ്ടെന്നും ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ആരോപിച്ചു. ഏതാനും ദിവസങ്ങളായി തനിക്കെതിരെ വിവിധങ്ങളായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ.ജെയും ഒത്താശ ചെയ്യുന്ന BJP പഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കൊമ്പേൽ, CPI പഞ്ചായത്ത് അംഗം ഷീബ സത്യനാഥ് എന്നിവർ സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തണം. തന്റെയും കുടുംബാംഗങ്ങളുടെയും ബാങ്ക് അക്കൗണ്ട് രേഖകൾ പക്കലുണ്ട്. ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഇതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പമുള്ളവരും വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകണം. തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ പ്രസിഡന്റിനെ വെല്ലുവിളിക്കുന്നതായും ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ പറഞ്ഞു. സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഒരു ഘടന അനുസരിച്ച് സംഘടനയുടെ എല്ലാ കാര്യങ്ങളും ചുമതലകളും പ്രസിഡന്റ്ഷിപ്പിനാണ്. സ്വാഭാവികമായും സംഘടനാ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. പണപ്പിരിവ് നടത്തുന്നതിന് കൃത്യമായ കണക്കുമുണ്ട്. അതിന് ഞാൻ നിങ്ങളുടെ മാധ്യമങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബൈറ്റ് എടുത്ത് എന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചാണ്. 2020 ജനുവരി 8-നാണ് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ 2020 ഡിസംബർ 1 മുതൽ പ്രസിഡന്റ് ആരോപണം ഉന്നയിച്ച അന്ന് വരെയുള്ള എന്റെയും എന്റെ പിതാവിന്റെയും മാതാവിന്റെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. നിങ്ങൾക്ക് വേണം പരിശോധിക്കാം. ഇത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്, ഇത്രയും പേജ്. അപ്പോ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്. ഞാൻ ഇത് പരിശോധിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ പരിശോധിക്കാം, അല്ലെങ്കിൽ ബാങ്കിൽ വന്ന് നേരിട്ട് പരിശോധിക്കാം. അതിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ചെയ്തു തരും. ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, സർക്കാർ LDFിന്റെയാണ്, പഞ്ചായത്ത് LDFിന്റെയാണ്. എന്ത് അന്വേഷണം നടന്നോട്ടെ. പക്ഷേ ഞാൻ ഈ ഇത്രയും സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെക്കുമ്പോൾ, മാധ്യമങ്ങൾക്ക് മുന്നോട്ട് വെക്കുമ്പോൾ, എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് CPIന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, 2 BJP മെമ്പർ ജെയിംസ് തേക്കൊമ്പൻ, 3 CPI മെമ്പർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഷീബ സത്യനാഥ്. ഈ 3 പേരുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയൊക്കെ ധൈര്യം ഉണ്ടാവും? വെല്ലുവിളിയാണ്. ഏറ്റെടുക്കാൻ പറ്റും, ഏറ്റെടുത്തു. അവർ ഏറ്റെടുക്കട്ടെ.
അദ്ദേഹം നടത്തിയ അധികാര ദുർവിനിയോഗത്തിനും അഴിമതിക്കും കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ പറഞ്ഞു. തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കുമേൽ നിയമ നടപടികളുമായും പ്രതിഷേധങ്ങളുമായും മുന്നോട്ടു പോകും. പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ട് പഞ്ചായത്തിൽ നിരവധി അഴിമതികളാണ് നടന്നിട്ടുള്ളത്. പഞ്ചായത്തിൽ നടന്ന ക്രമക്കേടുകളടക്കം പുറത്തു കൊണ്ടുവരും. ജനങ്ങളെയും മാധ്യമപ്രവർത്തകരെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഒത്താശ ചെയ്യുന്നവരും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കൊന്നത്തടി കൊമ്പടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വെന്തു മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും വേണ്ടത്ര ഗൗരവം നൽകുന്നില്ലെന്നാരോപിച്ച മുഖ്യമന്ത്രിക്കും DGPക്കും ജനകീയ സമിതി കട്ടപ്പനയിൽ നിന്ന് പരാതി അയച്ചു. കേരള ഗവർണർ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതിയുടെ കോപ്പി അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ മെയ് 9-ാം തീയതിയാണ് കൊന്നത്തടി കൊമ്പൊടിഞ്ഞാൽ തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനന്ദ്, അഭിനവ്, ശുഭയുടെ അമ്മ പൊന്നമ്മ എന്നിവർ വെന്തു മരിച്ചത്. 10-ാം തീയതി വൈകിട്ടാണ് സംഭവം പുറം ലോകമറിയുന്നത്. ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പിടിച്ചതാകാമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. എന്നാൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇളയ കുട്ടിയൊഴികെ മറ്റു 3 പേരും പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളും 2 സ്ത്രീകളും മരിച്ച സംഭവത്തിന് സർക്കാർ വേണ്ടത്ര ഗൗരവം നൽകുന്നില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കും DGPക്കും ഉൾപ്പെടെ പരാതി അയച്ചതെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഒരു കുടുംബത്തിലെ 4 പേർ അഗ്നിക്കിരയായി മരിച്ചിട്ട് അതിൽ 2 വനിതകളും പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളും ഉണ്ട് എന്നുള്ള ഗൗരവം പോലും കണക്കാക്കാതെ അന്വേഷണം ഇഴഞ്ഞു പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത്. ആദ്യം അന്വേഷണ ചുമതല വെള്ളത്തൂവൽ CIക്കായിരുന്നു. പിന്നീട് ഇടുക്കി DYSP ജിൽസൺ മാത്യുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. എന്നാൽ ഇദ്ദേഹത്തെ പിന്നീട് ആലപ്പുഴ ASP ആയി നിയമിച്ചു. നിലവിൽ അന്വേഷണം മന്ദഗതിയിലാണെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. വിഷയത്തിന് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും വേണ്ടത്ര ഗൗരവം നൽകുന്നില്ലെന്നും ജനകീയ സമിതി ആരോപിക്കുന്നു. കേരള ഗവർണർ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതിയുടെ കോപ്പി അയച്ചിട്ടുണ്ട്. അടിമാലി കല്ലാറിൽ ചക്ക പറിക്കുന്നതിനിടയിൽ ഇരുമ്പ് തോട്ടി വൈദ്യുതി ലൈനിൽ തട്ടി വീട്ടമ്മ ഷോക്കേറ്റു മരിച്ചു. കല്ലാർ തോട്ടുങ്കൽ സണ്ണിയുടെ ഭാര്യ ബിന്ദുവാണ് മരിച്ചത്. ചക്ക പറിക്കാൻ പോയ ബിന്ദു തിരികെ വരാതെ വന്നതോടെ ഭർത്താവ് അന്വേഷിച്ചെത്തിയപ്പോഴാണ് അപകട വിവരം അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ചക്ക പറിക്കുന്നതിനായി പറമ്പിലേക്ക് പോയതായിരുന്നു ബിന്ദു. എന്നാൽ ചക്ക പറിക്കുന്നതിനിടെ ഇരുമ്പ് തൊട്ടി വൈദ്യുതി ലൈനിൽ സ്പർശിച്ചതോടെ വൈദ്യുതാഘാതമേൽക്കുകയായിരുന്നു. ഏറെ സമയം കഴിഞ്ഞും കാണാതായതോടെ ഭർത്താവ് അന്വേഷിച്ചെത്തിയപ്പോഴാണ് വൈദ്യുതാഘാതമേറ്റ നിലയിൽ ബിന്ദുവിനെ കണ്ടെത്തിയത്. ഭർത്താവ് സണ്ണി ബഹളം വെച്ചതോടെ സമീപവാസി ഓടിയെത്തുകയും കയ്യിലുണ്ടായിരുന്ന കുട ഉപയോഗിച്ച് ഇരുമ്പ് തൊട്ടി തട്ടിമാറ്റുകയുമായിരുന്നു. ഇതിനുശേഷം ബിന്ദുവിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധി സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനത്തിന്റെ ഭാഗമാണെന്ന് MP കുറ്റപ്പെടുത്തി. റോഡ് വീതി വർദ്ധിപ്പിക്കരുതെന്നും മരങ്ങൾ മുറിക്കരുതെന്നും പറഞ്ഞ് കോടതിയെ സമീപിച്ച ഹർജിക്കാരനെ പൂർണ്ണമായും സഹായിച്ചത് സംസ്ഥാന സർക്കാരാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പ്ലീഡറും ഇപ്പോഴത്തെ പ്ലീഡറും ചേർന്ന് സംയുക്തമായി കേസ് വാദിക്കുകയാണ്. സർക്കാർ പരിപാടികളിൽ പോലും ഹർജിക്കാരൻ പങ്കെടുത്തിട്ടുണ്ട്. ആളുകളെ പറഞ്ഞു പറ്റിക്കാതെ സർക്കാർ രാജിവെച്ച് പോവുകയാണ് വേണ്ടതെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. അതായത് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ അവരുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പാളിച്ചകളെ സംബന്ധിച്ച് തുറന്നു പറയാൻ അല്ലെങ്കിൽ ജനങ്ങളോട് മാപ്പ് പറയാൻ അവർ തയ്യാറാകുകയാണ് വേണ്ടത്. ഈ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലുമാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഇച്ഛാശക്തി അവർ കാണിക്കണം. അതല്ലാതെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഈ പൊറാട്ട് നാടകവുമായി എത്ര കാലം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ഇപ്പോൾ പരിവേഷ് പോർട്ടലിൽ അപ്ലൈ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുന്ന എത്ര ബാലിശമായ ഉദാഹരണങ്ങളാണ്. അതായത് ഏതാണ് പരിവേഷ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തത്? നേര്യമംഗലം പാലവുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെടുന്ന കൂടുതൽ വനഭാഗം അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പള്ളിവാസലിൽ അവരൊരു ടോള് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ടോളിന് ഞാനിപ്പോഴും എതിരാണ്. ആ ടോൾ അവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഞാൻ അതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുള്ള ആൾ കൂടിയാണ്. അപ്പോൾ ഏതായാലും ഈ 2 ഭാഗങ്ങളിൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിയമപരമായി സമീപിച്ചത്. ഇപ്പോൾ 13 വളവുകൾ നിവർത്തുന്നതിന് വേണ്ടി ഫോറസ്റ്റ് വകുപ്പ് അനുവദിക്കില്ല എന്ന് കണ്ടപ്പോൾ 13 മേഖലകളിൽ അല്ല 13 വളവുകളിൽ ഇവർ ഈ പറയപ്പെടുന്നത് പോലെ മരം മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെട്ട 4.5 കോടി രൂപയുടെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബദൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം.
അതിന് 4.5 കോടി രൂപ NHAIയോട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ഇവർ ആവശ്യപ്പെടുകയുണ്ടായി. ഇവരത് അനുവദിച്ചു കൊടുക്കുകയുണ്ടായി. ഇതെല്ലാം ചെയ്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം അവരുടെ ഭാഗത്തുള്ള പാളിച്ചകളാണ്. അതല്ലാതെ വെറുതെ ചുമ്മാ ഏതെങ്കിലും ജനപ്രതിനിധിയുടെ നേരെ കുതിര കയറി ഈ കാര്യത്തിൽ രക്ഷപ്പെടാം എന്ന് CPM വെറുതെ വ്യാമോഹിക്കേണ്ട. ദേശീയപാത നിർമ്മാണ വിഷയത്തിൽ പ്രതികരണവുമായി അഡ്വക്കേറ്റ് A. രാജ MLA. ദേശീയപാത 85 നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി ദേശീയപാത നിർമ്മാണം തടയുകയല്ല ചെയ്തതെന്ന് MLA അടിമാലിയിൽ പറഞ്ഞു. ആവശ്യത്തിലധികം മരങ്ങൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി അത് അന്വേഷിച്ച് റിപ്പോർട്ട് തേടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ജില്ലയിലെ MP അടക്കമുള്ള നേതാക്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും A. രാജ MLA പറഞ്ഞു. ഇവിടെ മലയോര ഹൈവേ നടക്കുന്നുണ്ട്. 13 മീറ്ററിലാണ് മലയോര ഹൈവേ നമ്മുടെ ജില്ലയിലടക്കം നിരവധിയായിട്ടുള്ള സ്ഥലങ്ങൾ റോഡ് പണി പൂർത്തിയാക്കുന്നത്. LDF ഗവൺമെൻറ്റാണ് മുന്നിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നേര്യമംഗലം മുതൽ വളരെ വരെയുള്ള പ്രദേശം ഇപ്പോൾ നടക്കുന്ന എത്ര മീറ്ററിലാണ് ചെയ്യുന്നത്? 10 മീറ്ററിലാണ്. അശാസ്ത്രീയമായിട്ടുള്ള ഒരു വർക്കാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം പ്രശ്നങ്ങൾക്ക് തുടക്കമാരാ. നേരത്തെ ഹൈക്കോടതിയിൽ ഒരു ഹർജി വരുന്നു. ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞത് അത് PWD റോഡാണ്. രാജവിളംബര കാലം മുതലുള്ള റോഡാണ്. 30 മീറ്റർ അല്ലെങ്കിൽ 100 അടി ഈ റോഡിൻ്റെ ഭാഗമായി കിടക്കുന്നു. ഈ റോഡിൻ്റെ ഭാഗമായി കിടക്കുമ്പോൾ അതിൽ കേന്ദ്ര പരിസ്ഥിതി വനമന്ത്രാലയത്തിൻ്റെ അനുവാദം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. സെപ്റ്റംബർ മാസം 12-ാം തീയതി ഇടുക്കി MPയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും ഒരു പർവേസ് പോർട്ടലിൽ ഒരു അനുവാദം തേടുകയാണ്. എന്തിന് അനുവാദം തേടണം? PWD റോഡായിരിക്കുന്ന ഒരു റോഡിൽ പണി ചെയ്യുന്നതിന് നിലവിൽ 10 മീറ്റർ മാത്രമേ വീട് കൂട്ടുന്നുള്ളൂ. ഇതിനു മുമ്പ് അവിടെ 10 മീറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോഴും 10 മീറ്ററാണ് ചെയ്യുന്നത്. അവിടെ പുതിയ വർക്കുകളൊന്നും ചെയ്യുന്നില്ല. എന്നാൽ കുറേ അനുവാദത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ആദ്യത്തെ ക്ലിയറൻസ് നൽകി, രണ്ടാമത്തെ ക്ലിയറൻസ് നൽകിയിട്ടില്ല. അങ്ങനെ രണ്ടാമത്തെ ക്ലിയറൻസ് നൽകാതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രവൃത്തികൾ, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജയചന്ദ്രൻ കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ BJP നേതാവ് പറയുന്ന അതേ കാര്യങ്ങൾ ഇടുക്കി MP കൊടുപിടിക്കുകയാണ്. ആവശ്യമില്ലാത്ത പ്രവേശ് പോർട്ടലിൽ അപേക്ഷ കൊടുത്തു. എന്നാൽ അത് ആ അനുവാദം നേടിയെടുക്കാൻ തയ്യാറാകാതിരുന്നുകൊണ്ട് കേരള ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ വർക്ക് നിർത്തിവെക്കുന്നതിന് അല്ലെങ്കിൽ ഹൈക്കോടതി ഇങ്ങനെ വർക്ക് നിർത്തിവെക്കാൻ ഉത്തരവിട്ടു എന്നുള്ള നിലയ്ക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ന് അനാവശ്യമായിട്ടുള്ള ഒരു ഹർത്താലിലേക്ക്. രാസവളം സബ്സിഡി വെട്ടിക്കുറച്ചതിനെതിരെ കർഷക സംഘം പ്രക്ഷോഭത്തിലേക്ക്. കട്ടപ്പന, തൊടുപുഴ, നെടുങ്കണ്ടം ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ 15-ാം തീയതി മാർച്ചും ധർണയും നടത്തുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പനയിൽ അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമിതി അംഗം MM മണി MLA സമരം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CV വർഗീസ്, നേതാക്കളായ മാത്യു ജോർജ്, ബേബി മാത്യു, PB സബീഷ്, സിതാര ജയൻ തുടങ്ങിയവർ സംസാരിക്കും. തൊടുപുഴയിൽ ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യനും നെടുങ്കണ്ടത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് NV ബേബിയും സമരം ഉദ്ഘാടനം ചെയ്യും. കൃഷിക്കാർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന രാസവളത്തിൻ്റെ സബ്സിഡി, വിലക്കുറവ്, സൗജന്യം കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാർഷിക മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ ഗണ്യമായ വിധത്തിൽ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഈ ജനവിരുദ്ധമായ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 4 പോസ്റ്റ് ഓഫീസുകൾ ഉപരോധിച്ചുകൊണ്ടുള്ള കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കേരള കർഷക സംഘം തീരുമാനിച്ചിട്ടുണ്ട്. നാളെ 10 മണിക്ക് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് കേരള കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഉപരോധ സമരം സംഘടിപ്പിക്കുകയാണ്. ഒപ്പം മറ്റ് കേന്ദ്രങ്ങളിലും കർഷക സംഘം തീരുമാനിച്ച കേന്ദ്രങ്ങളിലും ഈ സമരപരിപാടി സംഘടിപ്പിക്കുകയാണ്. കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ നടക്കുന്ന സമരം അഖിലേന്ത്യാ കിസാൻ സഭയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം സഖാവ് MM മണിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സഖാവ് CV വർഗീസ് ഉൾപ്പെടെ നേതാക്കന്മാർ സമരപരിപാടിയിൽ പങ്കെടുക്കും. 2 വർഷത്തിനിടെ വളം സബ്സിഡിയിൽ 84,000 കോടി രൂപയാണ് വെട്ടിക്കുറച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു. 2023-24 സബ്സിഡിക്ക് 2.51 ലക്ഷം കോടി രൂപ ചെലവഴിച്ചപ്പോൾ ഇത്തവണ ബജറ്റിൽ വകയിരുത്തിയത് 1.67 ലക്ഷം കോടി മാത്രമാണ്. മിനിമം താങ്ങുവില പോലും നൽകാതെയും സബ്സിഡി വെട്ടിക്കുറച്ചും കേന്ദ്രം കർഷകരെ വഞ്ചിക്കുന്നു. ആവശ്യത്തിന് വളം ലഭ്യത ഉറപ്പുവരുത്താത്തതിനാൽ ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണമായി. രാസവളത്തിന് കുത്തനെ വില വർദ്ധിപ്പിച്ചതോടെ എല്ലാത്തരം
കൃഷികൾക്കും ഉൽപാദന ചെലവ് വർദ്ധിച്ചു. GDP-യുടെ 19% സംഭാവന ചെയ്യുന്ന കാർഷിക മേഖലയെ തകർക്കാനുള്ള നീക്കമാണിതെന്നും നേതാക്കൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ മാത്യു ജോർജ്, KN വിനീഷ് കുമാർ, KP സജി, PP സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാത്തിക്കുടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാത്തിക്കുടി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വേസ്റ്റ് ബിന്നുകൾ വാങ്ങിയതിൽ 30 ലക്ഷം രൂപയുടെ അഴിമതി ആരോപിച്ചായിരുന്നു സമരം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വാത്തിക്കുടി പഞ്ചായത്തിൽ UDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വേസ്റ്റ് ബിന്നുകൾ വാങ്ങിയതിൽ വൻ അഴിമതി നടന്നുവെന്നാണ് LDF-ന്റെ ആരോപണം. പദ്ധതിയിൽ 30 ലക്ഷം രൂപയുടെ അഴിമതിയാണ് ഭരണസമിതി നടത്തിയിട്ടുള്ളതെന്ന് LDF ആരോപിക്കുന്നു. പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നടന്ന സമരം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇത് തന്നെ സുന്ദരമായ വിജിലൻസിലേക്ക് കേസ് കൊടുത്ത് അന്വേഷണം നടത്തി പദ്ധതി അംഗീകരിക്കാതെ അതിനാവശ്യമായ പണം ചെലവഴിക്കാൻ നിലപാട് സ്വീകരിക്കാതെ ചെലവഴിക്കാൻ നിയമവിരുദ്ധമായ പണം ചെലവഴിച്ച് ചെലവഴിച്ച് പോയവരൊന്നും രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. വളരെ ജാഗ്രത നിങ്ങൾക്ക് വേണം. ഭരണാധികാരികൾ അഴിമതിക്കാരായാൽ അഴിമതിക്കാരാകുമ്പോൾ അഴിമതി നിലപാട് സ്വീകരിക്കുമ്പോൾ ജനങ്ങൾ ജാഗ്രതയോടുകൂടി നോക്കിയിരിക്കുക എന്നതാണ് പരിഹാരമാർഗം. മുരിക്കാശ്ശേരി സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിലും ധർണയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബേബി കാഞ്ഞിരത്താംകുന്നേൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ഷിജോ തടത്തിൽ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അപ്പച്ചൻ കടവിൽ, EN ചന്ദ്രൻ, KU ബിനു, ജോമോൻ ജേക്കബ്, ജോർജ് അമ്പഴം, ഷൈൻ കല്ലേക്കുളം, റോണിയോ എബ്രഹാം, ബിജു മറ്റത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. BJP കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു അഭയൻ സമരം ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴി CHSയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. തള്ളക്കാനം ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് BJP മണ്ഡലം പ്രസിഡന്റ് ലീന രാജു ഉദ്ഘാടനം ചെയ്തു. മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമരത്തിൽ BJP കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് തെക്കേക്കുറ്റ അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു അഭയൻ സമരം ഉദ്ഘാടനം ചെയ്തു. പഠിക്കുന്ന ഡോക്ടർമാർ വന്ന് അവരെ കൊണ്ടാണ് മരുന്ന് എഴുതിക്കുന്നതും പരിശോധിച്ച് നോക്കുന്നതും. ഡോക്ടർക്ക് പണിയെടുക്കാനോ ഡോക്ടർക്ക് ആശുപത്രിയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനോ കഴിയില്ല. അതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഈ ആശുപത്രിയിൽ ST വിഭാഗത്തിൽപ്പെട്ടതും അങ്ങനെ താഴ്ന്ന ഇതിൽപ്പെട്ടതുമായ ഒരുപാട് ജനങ്ങൾ മരുന്നിന് വരുന്ന ആശുപത്രിയാണ്. എല്ലാവർക്കും പിണറായി വിജയനെ പോലെ അമേരിക്കയിൽ പോലെ ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കാരണം, മന്ത്രിമാരെ പോലെ പോകാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത കാരണം നമ്മുടെ നാട്ടിലെ ഈ കൊച്ചാശുപത്രി താലൂക്ക് ആശുപത്രി ആക്കിയെങ്കിലും വികസിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് സുനീഷ് കുഴിമറ്റം മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി OC ടോമി, ബൈജു അഞ്ചൻ കുന്നേൽ, വിൻസെന്റ് ആർക്കാട്ട്, അനന്തു മങ്ങാട്ടിൽ, ശശി തട്ടാംകുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കൺവെൻഷനും പുതിയതായി ചുമതലയേറ്റ സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യൂസിന് സ്വീകരണവും സംഘടിപ്പിച്ചു. ഇടുക്കി DCC ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷം, ഈ ഭരണത്തിനുണ്ടാകുന്ന അസംതൃപ്തിയും മറ്റു ബുദ്ധിമുട്ടുകളും വേറെ, പട്ടയമില്ലാത്ത അവസ്ഥ വേറെ. പട്ടയം കൊടുത്തിട്ടുണ്ടെങ്കിൽ രാജാക്കാട് കട്ടപ്പനടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്പർ ഇട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും കച്ചേരി ഉണ്ടായാൽ ഉടനെ അത് കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ ഇതിനു മുമ്പ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ളത് സ്ഥിരം വായ്ത്താരിയാണ് ഇപ്പൊ അവരുടെ കൈവശമുള്ളത്. അത് കൊള്ളില്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങളെ ഏൽപ്പിച്ചത്. എന്നാൽ നിങ്ങളെന്തായി പണി ചെയ്യാത്ത പുതുതായി ചുമതലയേറ്റ സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യൂസിന് യോഗത്തിൽ സ്വീകരണം നൽകി. കർഷകർക്ക് വേണ്ടുന്ന പിന്തുണയും സഹായവും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകാത്ത സാഹചര്യത്തിൽ അടിസ്ഥാനപരമായി കർഷകർ കൃഷിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ 14 ജില്ലയിലും ഇന്ത്യ മുഴുവനും
കർഷക സമൂഹം ഇന്ന് അവഗണിക്കപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ മേഖലയിലും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് പരിഹാരം ശാശ്വതമായി ചിലതിന് കാണാൻ സാധിക്കും, ചിലത് അനന്തമായി നീളുന്നതാണ്. ഇതെല്ലാം നമുക്കുള്ളിൽ ബോധ്യമുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി കേരളത്തിലെ കർഷക സമൂഹം ഇന്ന് കൃഷിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ കർഷകരെ സംരക്ഷിക്കേണ്ട, ഈ കർഷകർക്ക് വേണ്ടുന്ന സംരക്ഷണം നൽകേണ്ട, ഈ കർഷകർക്ക് നൽകുന്ന പിന്തുണ നൽകേണ്ട ഗവൺമെന്റുകൾ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നതുകൊണ്ട് തന്നെയാണ് ഈ കർഷക സമൂഹം കൃഷിയിൽ നിന്ന് പുറകോട്ട് മാറി. AICC അഡ്വക്കേറ്റ് EM ആഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് MN ഗോപി, തോമസ് രാജൻ, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC അംഗം AP ഉസ്മാൻ, DCC മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ജോയി തോമസ്, അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടികല്ലാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ഉടുമ്പൻചോല താലൂക്ക് സമ്മേളനം നെടുങ്കണ്ടത്ത് നടന്നു. സമ്മേളനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർനാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻചോല താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്വകാര്യ ബാങ്കുകളെയും ഏകോപിപ്പിച്ചാണ് പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ഉടുമ്പൻചോല താലൂക്ക് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. യൂണിറ്റിന്റെ വാർഷിക സമ്മേളനത്തിനൊപ്പം കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർനാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തിക്കുന്നു. ജില്ലാ പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ 215ഓളം അംഗങ്ങൾ ഇതിനകത്ത് ജില്ലയിലെ അംഗമാണെന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് നമുക്കറിയാം, വ്യാജ സ്വർണം, മുക്കുകൊണ്ടമായ സ്വർണം പണയം വെച്ചതിനു ശേഷം അതിൽ ഭീമമായ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഇന്ന് പൊതുവിൽ ഇവിടെ കണ്ടുവരുന്നുണ്ട്. അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് ജോയി ജോസഫ് അധ്യക്ഷനായിരുന്നു. B.Ed പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിയെ ചടങ്ങിൽ അനുമോദിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോർജ് കുട്ടി പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. ജോഷി വർഗീസ്, ടിബിൻ P. ജോർജ്, സിബി ജോർജ്, KV ആന്റണി, സാബു CJ തുടങ്ങിയവർ സംസാരിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് പഞ്ചായത്തിന്റെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കുന്നതായി പരാതി. അടിയന്തരമായി പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തത് പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. 3 മാസം മുൻപ് വിരമിച്ച പഞ്ചായത്ത് സെക്രട്ടറിക്ക് പകരം ആളെ നിയമിച്ചിട്ടില്ല. അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിയെങ്കിലും കഴിഞ്ഞ ദിവസം ഇവരും സ്ഥലം മാറിപ്പോയതോടെയാണ് പഞ്ചായത്തിൽ പ്രതിസന്ധി രൂക്ഷമായത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിന്റെ വിവിധ തസ്തികകളിൽ ആളില്ലാത്തത് ഈ പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിക്കുകയാണ്. പഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ലാത്ത സാഹചര്യമുണ്ട്. പഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ് സെക്രട്ടറിയുടെ ചാർജ്. പഞ്ചായത്തിൽ ക്ലർക്കില്ല. അതോടൊപ്പം തന്നെ വിവിധ തസ്തികകളിൽ ആളില്ലാത്തത് ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിന് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ പശ്ചാത്തല മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഇംപ്ലിമെന്റിംഗ് ഓഫീസറായി AE ട്രാൻസ്ഫറായി പോവുകയാണ്. പഞ്ചായത്തിൽ നിരവധിയായ റോഡുകളും കുളങ്ങളും ഉൾപ്പെടെ നിരവധിയായ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് ഇരിക്കുന്നതാണ്. ആ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് ഇംപ്ലിമെന്റിംഗ് ചെയ്യേണ്ട AE ട്രാൻസ്ഫറായി പോകുമ്പോൾ ആ തസ്തികയിലേക്ക് ഇതുവരെ ആളെ വെച്ചിട്ടില്ല. അങ്ങനെ നിരവധിയായ തസ്തികകൾ ആളില്ലാത്തത് ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതോടൊപ്പം തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും നേരിടുന്നുണ്ട്. പഞ്ചായത്തിലെ ആദിവാസികളും സാധാരണക്കാരും കർഷകരും താമസിക്കുന്ന ഈ പഞ്ചായത്തിനകത്ത് ഇത്രയും വലിപ്പമുള്ള പഞ്ചായത്താണ്. ആലപ്പുഴ ജില്ലയുടെ വലിപ്പമുള്ള പഞ്ചായത്താണ്. ഈ നാട്ടിലെ ആളുകൾ ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിൽ എത്തുമ്പോൾ തസ്തികകളിൽ ആളില്ലാത്തത് കൊണ്ട് തന്നെ ആ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിയന്തരമായി തന്നെ പരിഹാരം കണ്ടെത്തണം. അടിയന്തരമായി തന്നെ ഒഴിവുള്ള തസ്തികകളിലേക്ക് ആളെ നിയമിച്ച് ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട നടപടികൾ പഞ്ചായത്ത് ഡയറക്ടറും DDP ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ജില്ലയിലെ വലിയ പഞ്ചായത്തായ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ജീവനക്കാരില്ലാത്തത് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെയും സാരമായി ബാധിച്ചു കഴിഞ്ഞു. പഞ്ചായത്തിലെ വിദൂര ഗ്രാമങ്ങളായ മക്കുവള്ളി, കൈപ്പാറ, മനയത്തടം, തട്ടേക്കണ്ണി ഗ്രാമവാസികൾ വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി തവണ പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് നിലവിൽ. അടിയന്തരമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിച്ച് ഭരണ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. തോട്ടം മേഖലയിൽ ആടുമോഷണം തുടർക്കഥയാകുന്നു. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് കൊച്ചുകള്ളിക്കൽ KK ഗോപിയുടെ 5 ആടുകളെയാണ് 2 മാസത്തിനിടെ കാണാതായത്. വണ്ടിപ്പെരിയാറിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വളർത്തുമൃഗങ്ങളെ കാണാതാകുന്നു എന്ന പരാതി പതിവാകുകയാണ്. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് കൊച്ചുകള്ളിക്കൽ KK ഗോപിയുടെ 5 ആടുകളെയാണ് 2 മാസത്തിനിടെ കാണാതായത്.
ഏകദേശം 60,000 രൂപയുടെ നഷ്ടമാണ് തനിക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് ഗോപി പറയുന്നു. അപ്പോൾ ഇത് മേച്ചൽ കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് 4:30 മുതൽ 5:30 കൃത്യമായിട്ട് സ്കൂൾ കുട്ടികൾ വരുന്ന പോലെ എൻ്റെ ആട് വരുന്നതാണ് എനിക്ക് നന്നായിട്ടറിയാം. 9-ാം തീയതി ഒരു മുട്ടൻ പോയിരിക്കുന്നു. 10-ാം തീയതി അഴിച്ചുവിട്ടത്തിൽ 3 ആട് പോയിരിക്കുന്നു. 4 ആടായി. 2-ാം തീയതി മെയിൽ പോയത് ഒരു 14 കിലോഗ്രാം തൂക്കം വരുന്ന ഒരു മുട്ടനാണ്. അപ്പം ഇവിടെ പതിവായി മോഷ്ടാക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് വേണം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. സംഭവത്തിൽ ഇദ്ദേഹം വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി. ആട് വളർത്തൽ തൊഴിലാക്കിയിരിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. KR ഗൗരിയമ്മയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുമായി JSS പ്രവർത്തകർ. JSSന്റെ നേതൃത്വത്തിൽ ചെങ്കുളം മേഴ്സി ഹോമിലെ അന്തേവാസികൾക്ക് അന്നദാനം നടത്തി. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും കരുത്തുറ്റ സ്ത്രീത്വത്തിന്റെ പ്രതീകമായി മാറിയ KR ഗൗരിയമ്മയുടെ 107ാം ജന്മദിനം പ്രവർത്തകർ ഇത്തവണ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തിയും സഹായങ്ങൾ എത്തിച്ചു നൽകിയുമാണ് ആഘോഷമാക്കിയത്. ഇതിന്റെ ഭാഗമായി ആനച്ചാൽ ചെങ്കുളം മേഴ്സി ഹോമിലെ അന്തേവാസികൾക്കായി അന്നദാനമൊരുക്കി. മേഴ്സി ഹോമിൽ നടന്ന പൊതുപരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരധ്യായമാണ് KR ഗൗരിയമ്മയെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കേരളത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റ ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരധ്യായം രചിച്ച ബഹുമുഖ പ്രതിഭയായിരുന്നു KR ഗൗരിയമ്മ. കേരളം ഉടലെടുത്ത കാലഘട്ടം മുതൽ ഇതുവരെയുമുള്ള കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് തൊഴിലാളി സമൂഹത്തെ നേരായ ദിശയിൽ മുന്നോട്ട് നയിച്ച നേതാവായിരുന്നു. പ്രത്യയശാസ്ത്രപരമായി പല തരത്തിലും വിയോജിപ്പുകൾ രേഖപ്പെടുത്തപ്പെട്ട കാലഘട്ടത്തിലുമെല്ലാം തികഞ്ഞ ആദർശ രാഷ്ട്രീയത്തെ മുറുകെ പിടിച്ചിരുന്നു. ആ നിലയിൽ എക്കാലവും സഞ്ചരിച്ചിരുന്ന പാതയിൽ നിന്നും വഴിമാറി തൻ്റെ ആശയ രാഷ്ട്രീയത്തെ ആദർശപരമായി വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. പരിപാടിയിൽ JSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC ജയൻ അധ്യക്ഷനായിരുന്നു. UDF ദേവികുളം നിയോജകമണ്ഡലം കൺവീനർ OR ശശി മുഖ്യപ്രഭാഷണം നടത്തി. ഉണ്ണികൃഷ്ണൻ മധുമല, MP സൈനുദ്ദീൻ, KA കുര്യൻ, മേഴ്സി ഹോം പ്രസിഡന്റ് സണ്ണി തയ്യിൽ, TK സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഇരട്ടിയാർ ശാന്തിഗ്രാം ഇടിഞ്ഞമലയിൽ പ്രവർത്തിക്കുന്ന സ്പൈസസ് ആൻഡ് കോഫി കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സംഘം പ്രസിഡന്റ് KG വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 16 വർഷക്കാലമായി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ ശാന്തിഗ്രാം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘമാണ് സ്പൈസസ് ആൻഡ് കോഫി കർഷക സംഘം. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സംഘ അംഗങ്ങളുടെ മക്കൾക്കുള്ള അവാർഡ് വിതരണമാണ് സംഘടിപ്പിച്ചത്. സംഘം പ്രസിഡന്റ് KG വാസുദേവൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ തലങ്ങളിൽ ഉന്നത തലത്തിലേക്ക് എത്താനും അവർക്കൊരു മാർഗദീപമായിട്ട് ഈ സംഘം എന്നും നിലകൊള്ളുവാനും ഞങ്ങളെ സംഘത്തിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 14 വാർഡാണ് എട്ടാർ പഞ്ചായത്തുകൾ. അതിനകത്ത് 14, 13, 12 എന്ന് പറഞ്ഞാൽ 4-5 വാർഡുകളിൽ കൂടി ഉള്ളൊരു ആളുകളാണ് ഇതിനകത്ത്. വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ഒരേ കുടുംബത്തിലെ ഒറ്റ കുടുംബത്തിലെ ആൾക്കാരെ പോലെ ഞങ്ങൾ ജീവിച്ച് ഇത് തുടക്കം തുടങ്ങിയിട്ട് ഏതാണ്ട് 10-14 വർഷമായി. നാളെയും ഇത്തരം കാര്യങ്ങളിൽ ഒരൊറ്റ ചരടിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ എത്തിച്ചേരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. BSc നഴ്സിംഗ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ക്രിസ്റ്റീന മാത്യു, +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ റിയ റോയി ഒഴികയിൽ, SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ റിച്ചു റോയ് ഒഴികയിൽ, അൽഫോൻസ ജോസഫ് പുന്നത്താനത്തുകുന്നേൽ, ആഷ്ന സുനോജ് മുളയ്ക്കൽ, തെരേസ ജോസഫ് പുന്നത്താനത്തുകുന്നേൽ, ജീവൻ സെബാസ്റ്റ്യൻ ഏടത്തിപ്പറമ്പിൽ എന്നിവരെ അനുമോദിച്ചു. സംഘം സെക്രട്ടറി ബേബി കൈച്ചുറ, ജോസഫ് ചാണ്ടി മുളയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വണ്ടിപ്പെരിയാർ HPC കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ നിർവഹിച്ചു. 2002 മുതൽ പ്രവർത്തിച്ചു വരുന്ന കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ മോട്ടോർ, ഷെഡ് തുടങ്ങിയവ കാലഹരണപ്പെട്ടിരുന്നു. കൂടുതൽ ഉപഭോക്താക്കൾ ആയതോടെ വാട്ടർ ടാങ്കിന്റെ സംഭരണശേഷി തികയാതെയും വന്നു. ഈ സാഹചര്യത്തിൽ 40 കുടുംബങ്ങളിലായി 200-ൽ പരം ഉപഭോക്താക്കളുടെ ആശ്രയമായ കുടിവെള്ള പദ്ധതി പ്രശ്നങ്ങൾ പരിഹരിച്ച് പുനരുദ്ധരിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ PM നൌഷാദ് ഏറ്റെടുക്കുകയായിരുന്നു. പദ്ധതിക്കായി 10 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. ഇതോടെയാണ് കുടിവെള്ള പദ്ധതിയുടെ പുനരുദ്ധാരണം നടന്നത്.
വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ PM നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മർ തേക്കിൻകാട്ടിൽ, ജോസഫ് തോമസ്, ഷീല കുളത്തുങ്കൽ, വിഷ്ണു ആനന്ദ്, R രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. റോഡിലേക്ക് ചാഞ്ഞ് വാഹന കാൽനട യാത്രികർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ച കാടുപടലങ്ങൾ വെട്ടിമാറ്റി സ്വയം സഹായ സംഘം മാതൃകയായി. കട്ടപ്പന വലിയകണ്ഠം നവഭാരത് സ്വയം സഹായ സംഘ അംഗങ്ങളാണ് മാതൃകാ പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയത്. സുവർണഗിരി മുതൽ ഗവൺമെന്റ് കോളേജ് ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ വശങ്ങളിൽ വലിയ രീതിയിൽ കാടുപടലങ്ങൾ വളർന്നു നിന്നിരുന്നു. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കാടുപടലങ്ങൾ വാഹന കാൽനട യാത്രികർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് സംഘ അംഗങ്ങൾ ചേർന്ന് ഇവ വെട്ടിമാറ്റിയത്. മയക്കുമരുന്നിന്റെയും വേസ്റ്റുകളും ധാരാളമായി തള്ളുന്ന ഈ റോഡ് സൈഡ് വെട്ടിത്തെളിക്കുക എന്നുള്ളത് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ഈ സംഘം ഏറ്റെടുത്തിട്ടുള്ള ഒരു ദൗത്യമാണ്. നവഭാരത് SHയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഈ സുവർണഗിരി മുതൽ കോളേജ് ജംഗ്ഷനുള്ള റോഡിൻ്റെ പരിസരങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വൃത്തിയാക്കിയാണ്. നമുക്കറിയാം കാലങ്ങളായി റോഡിലേക്ക് കാട് വളർന്നതിൻ്റെ ഫലമായി ഇവിടെ യാത്രക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. വാഹനങ്ങൾക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നുമാണ് ഇതൊക്കെ വളർന്നു നിൽക്കുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ ഇത് വെട്ടിമാറ്റേണ്ടത്. പക്ഷേ കാലങ്ങളായി നിൽക്കുന്ന ഒരു അപകടാവസ്ഥ മനസ്സിലാക്കി ഈ സംഘത്തിലെ ആൾക്കാർ ഈ പ്രവർത്തനത്തിന് വന്നത് അവരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സുവർണഗിരി മുതൽ ഗവൺമെന്റ് കോളേജ് ജംഗ്ഷൻ വരെയുള്ള ഇരുവശത്തെയും കാടുപടലങ്ങൾ പൂർണ്ണമായും ഇവർ വെട്ടിമാറ്റി. പീരുമേട് പാമ്പനാർ തിരുഹൃദയ റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ യുവജനങ്ങൾക്കായി ഗ്ലോ ആൻഡ് ഗ്രോ എന്ന പേരിൽ മ്യൂസിക് നൈറ്റ് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ലഹരിക്കെതിരെ ക്രിയാത്മകമായി എന്തു ചെയ്യാമെന്ന ചർച്ചയും നടന്നു. ഇടവക വികാരി ഫാദർ ജോസ് കുരുവിള കാടൻതുരുത്തിൽ, സഹവികാരി ഫാദർ ടോണി റാഫേൽ മുട്ടൂർ, സിസ്റ്റർ ആശ, KCYM അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാട്ടാനയും കടുവയും പുലിയും തുടങ്ങി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ മൂന്നാർ മേഖലയിൽ വിഹരിക്കുന്ന മൃഗങ്ങൾ ധാരാളമുണ്ട്. അത്തരത്തിൽ പശ്ചിമഘട്ട മലനിരകളിലെ ജന്തുവൈവിധ്യത്തെ സമ്പന്നമാക്കുന്നതാണ് കാട്ടുപട്ടികൾ. മൂന്നാർ സൈലന്റ് വാലിയിലാണ് കാട്ടുപട്ടിക്കൂട്ടം ഇറങ്ങിയത്. മൂന്നാർ RRT ഡെപ്യൂട്ടി റേഞ്ചർ ജയൻ ജലധരൻ പകർത്തിയ ദൃശ്യങ്ങൾ കാണാം. ചെന്നായ്ക്കളോട് സാമ്യമുള്ളവയാണ് കാട്ടുപട്ടികൾ. ഒട്ടുമിക്കപ്പോഴും ഇവ കൂട്ടമായിട്ട് മാത്രമേ സഞ്ചരിക്കാറുള്ളൂ. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ മൂന്നാർ മേഖലയിലും കാട്ടുപട്ടികളുടെ സാന്നിധ്യമുണ്ട്. മൂന്നാർ സൈലന്റ് വാലിയിലെത്തിയ കാട്ടുപട്ടിക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ മൂന്നാർ RRT ഡെപ്യൂട്ടി റേഞ്ചർ ജയൻ ജലധരനാണ് പകർത്തിയത്. മൂന്നാർ മേഖലയിൽ മനുഷ്യർക്ക് നേരെ കാട്ടുപട്ടികളുടെ ആക്രമണം ഉണ്ടായിട്ടില്ലെങ്കിലും നാളുകൾക്ക് മുമ്പ് വട്ടവട മേഖലയിൽ കാട്ടുപട്ടികൾ മൃഗങ്ങളെ ആക്രമിച്ച കർഷകർക്ക് വലിയ നഷ്ടം വരുത്തിയിരുന്നു. 2 ദിവസങ്ങളിലായി അന്നുണ്ടായ ആക്രമണത്തിൽ 50-ലധികം ആടുകൾ ചത്തുവീണു. വളരെ വേഗത്തിൽ ഇരകളെ കൊന്നു വേട്ടയാടുന്നതാണ് കാട്ടുപട്ടികളുടെ രീതി. മൂന്നാറിലെ ജനവാസ മേഖലകൾക്കരികിലേക്ക് കാട്ടുപട്ടികളുടെ സാന്നിധ്യമുണ്ടായാൽ അത് മൃഗങ്ങളെ വളർത്തുന്ന തൊഴിലാളികൾക്ക് വെല്ലുവിളിയാകും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലയ്ക്കാൽ ഏല വിവരം. ആകലോട്ട് 77, വിൽപ്പനയ്ക്ക് വന്നത് 10,972. വിൽപ്പന നടന്നത് 9,711. കൂടിയ വില 3,086, ശരാശരി വില 2,513. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2,600, ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 380, ഗ്രാമ്പു 750, കൊക്കോ 90, റബ്ബർ 185. സ്വർണം വെള്ളി വിപണി. സ്വർണ്ണ ഗ്രാമിന് 9,155 രൂപ, വെള്ളി 125.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിൽ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ഈ മാസം 5 മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ജീപ്പ് സഫാരി, ഓഫ് റോഡ് പ്രവർത്തനങ്ങൾ എന്നിവ ഈ മാസം 16 മുതൽ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുന്നതിന് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ആദ്യഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് അനുമതി നൽകുന്നത് ഇടുക്കി ദേവികുളം സബ് ഡിവിഷന് കീഴിലുള്ള 9 റൂട്ടുകൾക്ക്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി സുരക്ഷാ മാനദണ്ഡങ്ങളും റൂട്ട് അടിസ്ഥാനമാക്കിയുള്ള അനുമതികളും പാലിച്ചായിരിക്കണം പ്രവർത്തനമെന്നും ഉത്തരവ്. പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയിലും വ്യക്തികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിലും വനംവകുപ്പ് ഉന്നയിക്കുന്ന അവകാശവാദം ഒഴിവാക്കാൻ ഈ ഭൂമി ഡി റിസർവ് ചെയ്യാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. ആവശ്യം പഴയ സംരക്ഷിത വനങ്ങളുടെ പട്ടികയിലുള്ള ജില്ലയിലെ പട്ടയ, കൈവശ ഭൂമികളും വിവിധ വികസന പദ്ധതികൾക്കായി സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഭൂമിയും ഡി റിസർവ് ചെയ്യണമെന്ന്. ST ഫണ്ട് ദുർവിനിയോഗം ചെയ്ത് ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഉപ്പുതറ പഞ്ചായത്ത് അംഗവുമായ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം. പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിന് ഒത്താശ നൽകുന്നവരും സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തണമെന്നും ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ. കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വെന്തുമരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും വേണ്ടത്ര ഗൗരവം നൽകുന്നില്ലെന്നാരോപിച്ച മുഖ്യമന്ത്രിക്കും DGPക്കും ജനകീയ സമിതി പരാതി അയച്ചു. പരാതിയുടെ കോപ്പി കേരള ഗവർണർ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്ക് സമർപ്പിച്ചതായും ജനകീയ സമിതി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.